അത് കഴിഞ്ഞാൽ ഭസ്മം വലത്തെ കയ്യ് എല്ലാവരും കാണിച്ചോളൂ. ഇവിടുന്ന് കുറച്ച് ഭസ്മം തരും. അത് സ്നാനങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതിലിപ്പോൾ നമ്മൾ ജലത്തിൽ സ്നാനം ചെയ്തിട്ടാണ് ഇരിക്കണേ എന്നാണ് ഞാൻ ആദ്യം ചോദിച്ചത്. ഈ സ്നാനം പഞ്ചവിധം പ്രോക്കറം എന്നൊക്കെ പറയണം. പഞ്ചഭൂതങ്ങളിൽ അത് ജലത്തിൽ, അഗ്നിയിൽ, വായുവിൽ, പൃഥ്വിയിൽ, ആകാശത്തിലൊക്കെ സ്നാനം ചെയ്യുന്നതിനാണ് പറയാം. അപ്പോൾ ജലത്തിൽ സ്നാനം ചെയ്തിട്ടുണ്ട്. ഭസ്മം കുരിട എന്ന് പറഞ്ഞാൽ അഗ്നേയ സ്നാനമാണ്. നമ്മൾ അഗ്നിയിൽ സ്നാനം ചെയ്യുകയാണ്. നമുക്ക് ശുദ്ധി വരുത്താൻ വേണ്ടിയിട്ടാണ് നമ്മളത് ചെയ്യണത്. അപ്പോൾ ആ കയ്യിലുള്ള ഭസ്മം ഒന്ന് കൂട്ടി തേച്ചോളൂ. കയ്യിൽ തേച്ചിട്ട് ശിരസ്സിൽ ഈശാനായ നമഃ, അത് കഴിഞ്ഞ് നെറ്റിയിട്ട് തൽപുരുഷായ നമഃ, മാറത്ത് അഘോരായ നമഃ. കേൾക്കാനില്ലേ പിന്നെ എനിക്ക്? ഇനി ഈ കടിപ്രദേശത്തായിട്ട് വാമദേവായ നമഃ. അത് കഴിഞ്ഞാൽ സദ്യോജാതായ നമഃ. രണ്ട് പാദങ്ങളിലും കേട്ടോ, രണ്ട് പാദങ്ങളിലും നിങ്ങൾ ചെയ്താൽ മതി കേട്ടോ. അതെ, കയ്യിലെടുത്ത് ചെയ്താൽ മതി. സദ്യോജാതായ നമഃ രണ്ട് പാദങ്ങളിലും കേട്ടോ. അത് കഴിഞ്ഞാൽ കുറച്ച് പഞ്ചഗവ്യം തരും. അത് വലത്തെ കയ്യിൽ മേടിച്ചോളും. അത് സാരില്ല കേട്ടോ, നോക്കണ്ട, സേവിക്കണം. ഈ ഭസ്മം കുറിയിട്ടാൽ കൈ കഴുകാൻ പാടില്ല. കൈ കഴുകിയ പ്രായശ്ചിത്തം വേണം, പാപാത്. ഭസ്മം കുറിയിട്ടാൽ കൈ കഴുകിയ ഒറ്റ സേവിക്കാൻ പറയാം. കൈ പിടിച്ചിരിക്കും കേട്ടോ, കുറച്ചും കൂടെ കൊടുക്കും അദ്ദേഹത്തിന് കേട്ടോ, സേവിക്കാൻ പറയാം കേട്ടോ. അത് വേണ്ട, നിങ്ങളുടെ കയ്യിൽ വാങ്ങിക്കോളൂ കേട്ടോ. നിങ്ങളുടെ കയ്യിൽ വാങ്ങിയിട്ട് പറയുമ്പോൾ കൊടുത്താൽ മതി, അവ അടിച്ചോളൂ. ഇതെന്താണ് കയ്യില്? പഞ്ചഗവ്യം എന്ന് പറഞ്ഞാൽ എന്താ? ഗവ്യം എന്ന് പറഞ്ഞാൽ എന്താ? ഗവ്യം എന്ന് പറഞ്ഞാൽ ഗോവിൽ നിന്നുള്ളത് ഗവ്യം. ഗോ എന്ന് പറഞ്ഞാൽ പശുവിൽ നിന്നുള്ള 5 സാധനങ്ങളാണ് അതിനുള്ളത്. അത് ആദ്യം പറഞ്ഞ പഞ്ചഭൂതങ്ങളും അതിലുണ്ട്. ആ ശുദ്ധി തന്നെയാണ് നമ്മൾ ഉദ്ദേശിക്കണേ. അതുകൊണ്ട് ഒന്ന് പ്രാർത്ഥിക്കുക. നമ്മളുടെ ആ മനസ്സ് തൊട്ട്, നമ്മളുടെ പ്രാണനുകൾ തൊട്ട്, നമ്മളായിട്ട് ബന്ധപ്പെട്ടും നിൽക്കുന്ന എല്ലാം ശുദ്ധി ചെയ്യപ്പെടണം. അതിനായിട്ടാണ് ഇത് സേവിക്കണം എന്നുള്ളത്. ഞാൻ ആ ശുദ്ധി ചെയ്യപ്പെടേണ്ടത് എന്തൊക്കെയാണ് എന്ന് ഒന്ന് പറയാം. അത് ശ്രദ്ധിച്ച് കേൾക്കുക കേട്ടോ. ആദ്യം ആ പ്രാണനുകളാണ്. പ്രാണാപാന വ്യാനോദാന സമാനാമേ ശുദ്ധ്യന്താം എന്നുള്ളതാണ്. ആ പ്രാണൻ, അപാനം, വ്യാനം, ഉദാനം, സമാനം നമ്മുടെ 5 പ്രാണനുകളാണ്. ആ പ്രാണനുകളൊക്കെ ശുദ്ധാക്കപ്പെടണം. പിന്നെ വാങ്, മന, ചക്ഷു, ശ്രോത്ര, ഘ്രാണ, ജിഹ്വ. വാക്ക്, മനസ്സ്, ചക്ഷുസ് എന്ന് പറഞ്ഞാൽ കണ്ണ്, ശ്രോത്രം, ചക്ഷുശ്രോത്ര എന്ന് പറഞ്ഞ ചെവി, ഘ്രാണ എന്ന് പറഞ്ഞാൽ മൂക്ക്, ജിഹ്വ എന്ന് പറഞ്ഞ നാവ്. ഇതൊക്കെ ശുദ്ധി ചെയ്യപ്പെടണം ഈ പഞ്ചഗവ്യ സേവ കൊണ്ട്. ശിരഃപാണി പാദ പാർശ്വ പൃഷ്ഠാരൂദര ജംഘ ജിഷ്ണോപസ്ഥാവായ. ശിരസ്, പാണി, പാദം, പാർശ്വം, പൃഷ്ഠം, ഉദരം, ജംഘ, ജിഷ്ണ, ഉപസ്ഥം. ഇതൊക്കെ ശുദ്ധി ചെയ്യപ്പെടണം ഈ പഞ്ചഗവ്യ സേവ കൊണ്ട്. ശബ്ദ, സ്പർശ, രൂപ, രസ, ഗന്ധം ഇത്യാദികൾ ശുദ്ധി ചെയ്യപ്പെടണം. ഇതെല്ലാം ശുദ്ധി ചെയ്യാനായിട്ട് ആണ് നമ്മളിത് സേവിക്കണേ. അപ്പോൾ മനസ്സിൽ കൽപ്പിക്കുക, ഇതെല്ലാം ശുദ്ധാക്കപ്പെടണം എന്നൊന്ന് കൽപ്പിച്ചിട്ട് ഞാനൊരു മന്ത്രം ചൊല്ലിത്തരാം.
ആ പശുവിനെ സ്തുതിക്കുന്നതാണ്. അഗ്രമഗ്രം ചരന്തീനാം ഓഷധീനാം ശാംപതേ താസാം വൃഷഭപത്നീനാം പവിത്രം കായശോധനം യന്മേ രോഗാംശ്ച പാപാംശ്ച ശോകം മേ ഹര ഗോമയ. അച്യുതാനന്ദ ഗോവിന്ദ അച്യുതാനന്ദ ഗോവിന്ദ. അതങ്ങോട്ട് സേവിക്കുക കേട്ടോ. ബാക്കിയുള്ളത് മേത്തൊക്കെ തളിക്കുക. പഞ്ചഗവ്യത്തിൽ സ്നാനം ചെയ്യുകയാണെന്ന് സങ്കല്പിക്കുക. കുളിക്കുകയാണ്, പഞ്ചഗവ്യത്തിൽ കുളിക്കുകയാണ് കേട്ടോ. അതൊന്ന് സങ്കല്പിച്ച് കുളിക്കുക. ഒന്ന് കയ്യേഴാത്ത ഒന്ന് കൈ ഒന്ന് കാണിച്ചോളും. അതിലിത്തിരി വെള്ളം തളിക്കും. ഒന്ന് കൈ ഒന്ന് കഴുകും.